ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ ചാപ്റ്റർ 4 ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ വാതക നിയമങ്ങളെ പറ്റി, ഗ്യാസ് ലോസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ദി ഗ്യാസ് ലോസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് സെഞ്ചുറീസ് ലോങ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഒബ്സർവേഷൻ ഓൺ ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ്. വാതകങ്ങളുടെ ഭൗതിക സ്വഭാവങ്ങളെക്കുറിച്ച് നിരവധി നൂറ്റാണ്ടുകൾ നീണ്ട പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഫലമായാണ് വാതക നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ഫസ്റ്റ്, ദ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് എ ഗ്യാസ്, അതാണ് ബോയിൽസ് ലോ. മർദ്ദവും പ്രഷറും വ്യാപ്തവും വോളിയവും തമ്മിലുള്ള ബന്ധം, അതാണ് ബോയിൽ നിയമം അഥവാ ബോയിൽസ് ലോ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സ്പെരിമെൻ്റ് ചെയ്തു നോക്കാം. ടേക്ക് എ ലാർജ് സിറിഞ്ച്. നമ്മളെല്ലാം സിറിഞ്ച് കണ്ടിട്ടില്ലേ? ഒരു വലിയൊരു സിറിഞ്ച് എടുക്കാം. റിമൂവ് ഇറ്റ്സ് പിസ്റ്റൺ, അതിൻ്റെ പിസ്റ്റൺ ഊരി മാറ്റുക. പുട്ട് ഇൻ ടു ദി സിറിഞ്ച് എ സ്മോൾ ഇൻഫ്ലേറ്റഡ് ബലൂൺ വിത്ത് ഇറ്റ്സ് ഓപ്പൺ എൻഡ് ടൈഡ് അപ്പ്. വായു നിറച്ച അഗ്രഭാഗം കെട്ടിയ ഒരു ചെറിയ ബലൂണ് സിറിഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇടുക. നൗ റിഫിക്സ് ദി പിസ്റ്റൺ ഇൻ ഇറ്റ്സ് പൊസിഷൻ. ഈ പിസ്റ്റൺ തിരിച്ച് ആ പൊസിഷനിൽ തന്നെ ഫിക്സ് ചെയ്യുക. തുടർന്ന് പിസ്റ്റൺ തിരികെ ഘടിപ്പിക്കുക. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലോസ് ദി അതർ എൻഡ് ഓഫ് ദി സിറിഞ്ച് വിത്ത് യുവർ ഫിംഗർ. അതിനുശേഷം നമ്മൾ സിറിഞ്ചിൻ്റെ മറ്റേ വശമല്ലേ, സൂചിയുള്ള വശം, സൂചിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ വശം നമ്മുടെ ഒരു കൈ കൊണ്ട് അമർത്തി പിടിക്കുക. മറുവശം അടച്ചു പിടിച്ച് പിസ്റ്റൺ അമർത്തുമ്പോഴും എന്നിട്ട് ഈ പിസ്റ്റൺ അമർത്തുക. അതേപോലെ പുറകിലോട്ട് ഈ പിസ്റ്റൺ വലിക്കുക. അപ്പോൾ ബലൂണിനുണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ ബലൂണിന് സംഭവിക്കുന്നതെന്ന്. പിസ്റ്റൺ പുൾഡ് ഇൻ, അകത്തോട്ട് തള്ളുമ്പോഴും പുറത്തോട്ട് വലിക്കുമ്പോഴും പുൾഡ് ബാക്ക്, എന്തൊക്കെ ചേഞ്ചസ് ആ ബലൂണിന് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിസ്റ്റൺ അമർത്തണു, പിസ്റ്റൺ ഈസ് പുഷ്ഡ് ഇൻ. ഈ അമർത്തുമ്പോഴത്തേക്ക് ഇതിനുള്ളിലുള്ള വോളിയം, സിറിഞ്ചിനുള്ളിലുള്ള വോളിയം വ്യാപ്തം കുറയുന്നു. പ്രഷർ അവിടെ കൂടുന്നു, വായുവിൻ്റെ മർദ്ദം അവിടെ സിറിഞ്ചിനുള്ളിൽ കൂടുന്നു. അങ്ങനെ നമ്മുടെ അതിനുള്ളിൽ വെച്ചിരിക്കുന്ന ബലൂണിനുള്ളിലുള്ള വായു ചുരുങ്ങുകയും ബലൂണിൻ്റെ സൈസ്, ബലൂണിൻ്റെ വലുപ്പം കുറയുകയും ബലൂൺ ചുരുങ്ങുകയും ചെയ്യുന്നു. ഇതിൻ്റെ രണ്ടാമത്തെ കേസ്, പിസ്റ്റൺ പുറകിലോട്ട് വലിക്കുമ്പോൾ, പിസ്റ്റൺ ഈസ് പുൾഡ് ബാക്ക്. നമ്മൾക്ക് അധികം പ്രഷർ വേണ്ടല്ലോ പിസ്റ്റൺ താഴോട്ട് വലിക്കാനും. അപ്പോൾ അവിടെ സിറിഞ്ചിനുള്ളിൽ വോളിയം വ്യാപ്തം കൂടുന്നു, പ്രഷർ കുറയുന്നു, അവിടെ മർദ്ദം അവിടെ കുറയുന്നു. വായുവിൻ്റെ മർദ്ദം, പ്രഷർ സിറിഞ്ചിനുള്ളിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വോളിയം കൂടുമ്പോഴത്തേക്ക് നമ്മൾ അതിനുള്ളിൽ വെച്ചിരിക്കുന്ന ഈ ബലൂണിൻ്റെ ഉള്ളിലെ വായു, കുറേ സ്പേസ് അവർക്ക് കിട്ടുന്നു, കുറേ സ്ഥലം ആ വായുവിന് സ്ഥിതി ചെയ്യാൻ കിട്ടുന്നു. അങ്ങനെ ബലൂണിൻ്റെ സൈസ് കൂടുന്നു, ബലൂണ് വികസിക്കുന്നു, എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പിസ്റ്റൺ അമർത്തുമ്പോൾ സിറിഞ്ചിനുള്ളിലുള്ള മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. വാട്ട് ഹാപ്പൻ ടു ദി പ്രഷർ ഇൻസൈഡ് ദി സിറിഞ്ച് വെൻ ദി പിസ്റ്റൺ ഈസ് പുഷ്ഡ് ഇൻ? ഇൻക്രീസസ്, കൂടുകയാണ് ചെയ്യുന്നത്. സിറിഞ്ചിനുള്ളിലുള്ള മർദ്ദം, പ്രഷർ കൂടുന്നു. അതുപോലെ തന്നെ പിസ്റ്റൺ പുറത്തേക്ക് വലിക്കുമ്പോഴോ, വാട്ട് ഹാപ്പൻ വെൻ ദി പിസ്റ്റൺ ഈസ് പുൾഡ് ബാക്ക്? പ്രഷർ അവിടെ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ഡിക്രീസസ്, കുറയുന്നു. ഇനി മറ്റൊരു സന്ദർഭം നോക്കാം. എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ടേക്കൺ ഇൻ എ സിലിണ്ടർ വിത്ത് എ ഫ്രീലി മൂവബിൾ പിസ്റ്റൺ is illustrated in the figure 4.7a. സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന പിസ്റ്റൺ, ഇതാണ് പിസ്റ്റൺ. ഇത് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന ഉള്ള സിലിണ്ടറിൽ ഒരു നിശ്ചിത മാസ് വാതകം, ഒരു ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് നമ്മൾ ഒരു സിലിണ്ടറിൽ എടുക്കുന്നു. ഒരു നിശ്ചിത മാസ് വാതകം നമ്മൾ ഒരു സിലിണ്ടറിൽ എടുക്കുന്നു. അതിൻ്റെ ഈ ചിത്രീകരണമാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. ഇപ്പോൾ താപനില മാറ്റമില്ലാതെ ഇതിന്മേൽ പ്രയോഗിക്കുന്ന മർദ്ദം വർദ്ധിപ്പിച്ചു നോക്കുന്നു. ലെറ്റസ് ഇൻക്രീസ് ദി പ്രഷർ കൂട്ടിക്കൊടുക്കുന്നു. അപ്ലൈഡ്
ഓൺ ദിസ് വിത്തൗട്ട് ചേഞ്ചിങ് ദി ടെമ്പറേച്ചർ മാറ്റാതെ തന്നെ നമ്മൾ പ്രഷർ കൂട്ടിക്കൊടുക്കുന്നു. ഓരോ കേസിലും പ്രഷർ കൂട്ടിക്കൊടുക്കും. 2 ATM പ്രഷർ രണ്ട് അന്തരീക്ഷ മർദ്ദം നമ്മൾ കൊടുക്കുമ്പോൾ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. നമ്മൾ കുറച്ചും കൂടെ പ്രഷർ മർദ്ദം കൂട്ടിക്കൊടുക്കുന്നു, 4 ATM കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് 5 ലിറ്റർ ആകുന്നു. ഇനി 10 ATM കൊടുക്കുന്നു, നമ്മൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 10 കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് 2 ലിറ്റർ ആകുന്നു. അപ്പോൾ വ്യാപ്തം എന്ത് ചെയ്യുകയാണ്, ഇവിടെ കുറഞ്ഞു വരികയാണ് പ്രഷർ കൂടുന്നതനുസരിച്ച്. മർദ്ദം കൂടുന്നതനുസരിച്ച് മർദ്ദം 2, 4 ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ ഇവിടുത്തെ വ്യാപ്തം എന്ത് ചെയ്യുകയാണ്, വ്യാപ്തം കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ടേബിൾ തന്നെ നോക്കി നമുക്ക് മനസ്സിലാവും, ഇവിടെ ടെമ്പറേച്ചറിനൊരു മാറ്റമില്ല. പ്രഷർ കൂട്ടുന്നതനുസരിച്ച് ഇവിടെ വോളിയത്തിന് വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു, കുറഞ്ഞു വരുന്നു. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദി വോളിയം വെൻ പ്രഷർ ഇസ് ഇൻക്രീസ്ഡ് ഇൻ ഈച്ച് സിറ്റുവേഷൻ? ഓരോ സന്ദർഭത്തിനും നമ്മൾ പ്രയോഗിക്കുന്ന മർദ്ദം കൂടുമ്പോൾ വ്യാപ്തത്തിന് എന്താ സംഭവിക്കുന്നത്, വ്യാപ്തം കുറയുന്നു. വ്യാപ്തം എന്ത് ചെയ്യുന്നു, പ്രഷർ കൂടുമ്പോൾ, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ആസ് പ്രഷർ ഇൻക്രീസസ്, പ്രഷർ കൂടുമ്പോൾ വോളിയം എന്ത് സംഭവിക്കുന്നു, വോളിയം ഡിക്രീസസ്. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുകയാണ് ചെയ്യുന്നത്. ദിസ് റിലേഷൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ സയൻറ്റിസ്റ്റ് റോബർട്ട് ബോയിൽ ഇൻ 1662. ഈ ബന്ധം 1662 റോബർട്ട് ബോയിൽ എന്ന ശാസ്ത്രജ്ഞനാണ് പ്രസ്താവിച്ചത്. ആരാണ്, റോബർട്ട് ബോയിൽ. ആരാണ്, റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ 1662. ബോയിൽസ് ലോ, ബോയിൽ നിയമം എന്താണെന്ന് നോക്കാം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദി വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം വോളിയം മർദ്ദത്തിന്, പ്രഷറിന് വിപരീത അനുപാതത്തിലായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്കതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, വി പ്രൊപ്പോർഷണൽ ടു 1/p. വി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/p. അവിടെ താപനിലയും മാസും സ്ഥിരമായിരിക്കും, ടെമ്പറേച്ചറും മാസും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കോൺസ്റ്റൻ്റ് ഇട്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ വി ഈക്വൽ എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/p. വി ഈക്വൽ ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു 1/p. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് പി വി ഈക്വൽ കെ എന്ന് കിട്ടും. കെ എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യയാണ്, ഈ കോൺസ്റ്റൻ്റ് ആണ്. പി വി ഈക്വൽ കെ എന്ന് കിട്ടും. കെ എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യയാണ്. ഇതാണ് നമ്മുടെ ബോയിൽസ് നിയമം, ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ കെയുടെ വില വാതകത്തെയും അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കും. ഇത് വാല്യൂ ഓഫ് കെ ഡിപ്പെൻഡ്സ് ഓൺ ദി ഗ്യാസ് ആൻഡ് ഇറ്റ്സ് മാസ്. മാസിനെയും ഗ്യാസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും വാല്യൂ ഓഫ് കെ, കെയുടെ വില എന്ന് പറയുന്നത്. If the volume of a fixed mass of gas is V1 at pressure P1 and V2 at pressure P2, then P1 V1 is equal to P2 V2. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദം P1 ആയിരിക്കുമ്പോൾ വ്യാപ്തം എന്തായിരിക്കും, V1 ആയിരിക്കും. അപ്പോൾ മർദ്ദം P2 ആയിരിക്കുമ്പോൾ വ്യാപ്തം വോളിയം എന്ന് പറയുന്നത് V2 ആയിരിക്കും. അപ്പോൾ P1 V1 എന്ന് പറയുന്നത് P2 V2ന് ഈക്വൽ ആയിരിക്കും. ഈ ഇക്വേഷൻസ് ആണ് കൂടുതലും നമ്മൾ പ്രോബ്ലംസിന് യൂസ് ചെയ്യുന്നത്. P1 V1 is equal to P2 V2. ഈ ഇക്വേഷൻസ് ഓർത്ത് വെച്ചോണം. ഇതാണ് നമ്മൾ കൂടുതലും പ്രോബ്ലംസിനൊക്കെ യൂസ് ചെയ്യുന്നത്. To substantiate Boyle's law, we can illustrate the relation between volume and pressure of a fixed mass of gas using a graph. ബോയിൽ നിയമം പൂർണ്ണമായി ബോധ്യപ്പെടുന്നതിന് ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം, വോളിയവും പ്രഷറും തമ്മിലുള്ള ബന്ധം നമുക്ക് ഗ്രാഫിലൂടെ ചിത്രീകരിക്കാം. ഒരു നിശ്ചിത താപനിലയിൽ നിശ്ചിത മാസ് വാതകത്തിന് പി വി ഒരു സ്ഥിരസംഖ്യയാണെന്ന് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. ഫ്രം ദിസ് ഗ്രാഫ് വി ക്യാൻ സീ ദാറ്റ് പി വി ഇസ് എ കോൺസ്റ്റൻറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഫോർ എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ്. നമ്മൾ ഈ ഗ്രാഫ് ശ്രദ്ധിക്കും. 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരുന്നപ്പോൾ വോളിയം എത്രയാണ്, 80 ആണ് അല്ലേ. പ്രഷർ 1, വോളിയം 80 ആണ്. ഇനി 2 ആയിരുന്നപ്പോൾ എത്രയാണ്, 40 ആണ് അല്ലേ. 2 ആയിരുന്നപ്പോൾ 40. 4 ആയിരുന്നപ്പോൾ 4 അറ്റ്മോസ്ഫിയർ പ്രഷർ ആകുമ്പോൾ വോളിയം 20 ലിറ്റർ ആണ്. അപ്പോൾ ഇവിടെ എല്ലാം നോക്കിയാൽ നമുക്കറിയാം
പി ഇൻറ്റു വി ചെയ്താൽ എല്ലാം എന്താണ് 80 തന്നെ. പി വി ചെയ്താൽ എല്ലാത്തിൻ്റെയും എത്ര തന്നെ നമുക്ക് കിട്ടുന്നത്? പി ഇൻറ്റു വി ചെയ്താൽ 80 ആണ്. ഇവിടെ 2 ഇൻറ്റു 40 ചെയ്താലും പി വി എന്ന് പറയുന്നത് 80 ആണ് അല്ലേ? ഇവിടെ 4 ഇൻറ്റു 20 ചെയ്താലും പി വി എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്, ഒരു സ്ഥിരമായിട്ടിരിക്കുന്ന ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിന് ഒരു മാറ്റവും ഇല്ല. ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ആണ്, ഒരു നിശ്ചിത മാസമാണ് വാതകത്തിനുള്ളത്. അപ്പോൾ പി വി എന്താണ്? ഒരു സ്ഥിരസംഖ്യയാണ്. പി വി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ 1 അറ്റ്മോസ്ഫിയർ പ്രഷർ കൊടുത്തപ്പോഴും വോളിയം 80 ആണ്. അപ്പോൾ അതിൻ്റെ പി വി കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് എന്താണ്? പി ഇൻറ്റു ചെയ്തപ്പോൾ 80 തന്നെ കിട്ടിയത്. 2 അറ്റ്മോസ്ഫിയർ പ്രഷറിലുള്ള വോളിയം നോക്കിയപ്പോൾ 40 ആണ്. അതിൻ്റെ പി വി ചെയ്തപ്പോഴും 80 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ്? പി ഇൻറ്റു വി ഇതിൻ്റെ ഏത് കേസിലും എന്താണ്? ഒരു സ്ഥിരസംഖ്യ തന്നെയാണ്. ഇപ്പോൾ 4 അറ്റ്മോസ്ഫിയർ പ്രഷർ കൊടുത്തപ്പോഴും എന്താണ്? അതും നമുക്ക് എത്ര കിട്ടുന്നത്? 20 ആണ് കിട്ടുന്നത്. അതിൻ്റെ പി വി എടുത്തപ്പോഴും പി ഇൻറ്റു വി എടുത്തപ്പോഴും 88 ലിറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏത് പോയിന്റിലും നമ്മൾ പി വി എടുത്തപ്പോഴും അതെന്താണ് നമുക്ക് കിട്ടുന്നത്? ഒരു സ്ഥിരസംഖ്യ തന്നെയാണ് കിട്ടുന്നത്. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് പി വി ഇസ് എ കോൺസ്റ്റന്റ് അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദി ഗ്രാഫ്. നമ്മൾ ഏത് പോയിന്റ് എടുത്തപ്പോഴും പി വി എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഗ്രാഫിലെ എല്ലാ ബിന്ദുക്കളിലും പി വി ഒരു സ്ഥിരസംഖ്യയാണെന്ന് കാണാം. അങ്ങനെ ബോയിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സന്ദർഭങ്ങൾ വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദി ഫോളോയിങ് സിറ്റുവേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ബോയിൽസ് ലോ. ആദ്യത്തെ ചോദ്യം, കാലാവസ്ഥ ബലൂണുകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും അതിൻ്റെ വലിപ്പം കൂടുന്നു. ദി സൈസ് ഓഫ് വെതർ ബലൂൺസ് ഗോസ് ഓൺ ഇൻക്രീസിങ് ആസ് ദേ റൈസ് എബോവ് ദി സീ ലെവൽ. അറ്റ് ലോവർ ആൾട്ടിറ്റ്യൂഡ്സ്, താഴ്ന്ന പ്രദേശങ്ങളിൽ ഇരിക്കുമ്പോൾ അന്തരീക്ഷ മർദ്ദം പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, ഹയർ ആയിരിക്കും. ആസ് ദി ബലൂൺ അസെൻസ്, ഈ ബലൂണ് ഉയരത്തിലേക്ക് പോകുമ്പോൾ മർദ്ദം എന്ത് ചെയ്യും? കുറയും. മർദ്ദം കുറയും, പ്രഷർ ഡിക്രീസ് ആവും. അപ്പോൾ ബോയിലിൻ്റെ നിയമപ്രകാരം അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ പ്രഷർ കുറയുമ്പോൾ വോളിയം എന്ത് ചെയ്യും? കൂടും, വ്യാപ്തം വർദ്ധിക്കും. അതിനാൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ പ്രഷർ കുറയുകയും ബലൂണിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുകയും വലുതാകുകയും ചെയ്യുന്നു. ബലൂണ് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. The size of the air bubbles rising up from the bottom of an aquarium increases as they reach the surface of the water. അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന കുമിളകൾ ജല ഉപരിതലത്തിലെത്തുമ്പോൾ വലുപ്പം കൂടുന്നു. നമ്മളൊക്കെ അക്വേറിയം കണ്ടിട്ടില്ലേ? അക്വേറിയത്തിനകത്തുനിന്ന് കുമിളകൾ വരുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ അക്വേറിയത്തിൻ്റെ ബോട്ടത്തിൽ, അക്വേറിയത്തിൻ്റെ അടിയിൽ ജലത്തിൻ സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പ്രഷർ എക്സൈറ്റഡ് ബൈ ദി വാട്ടർ ഈസ് ഗ്രേറ്റർ. അക്വേറിയത്തിൻ്റെ അടിയിൽ ഉള്ള പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവിടുന്ന് വരുന്ന ബബിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, വളരെ ചെറിയ സ്മോൾ സൈസായിരിക്കും. എന്നാൽ ഈ ബബിൾസ് മൂവ് ചെയ്ത് മുകളിലോട്ട് വരും തോറും ഈ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അടിയിൽ നല്ല പ്രഷറാണ്, നല്ല മർദ്ദമാണ്. അതുകൊണ്ട് ഈ ബബിളിൻ്റെ അല്ലെങ്കിൽ ഈ കുമിളകളുടെ സൈസ് വലുപ്പം എന്ന് പറയുന്നത് ചെറുതായിരിക്കും. മുകളിലോട്ട് ഈ കുമിളകൾ വരും തോറും, ബബിൾസ് വരും തോറും അതിൻ്റെ സൈസ് കൂടി വരുന്നു. കാരണം മുകളിലോട്ട് വരും, അപ്വേർഡിലോട്ട് വരും തോറും പ്രഷർ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ബോയിൽസ് ലോ അനുസരിച്ച് പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു, മർദ്ദം കുറയുമ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തം കൂടുന്നു. അതിനാൽ കുമിളകൾ വലുതാവുന്നു. മർദ്ദം മുകളിലേക്ക് വരുമ്പോൾ കുറഞ്ഞതുകൊണ്ടാണ് കുമിളകളുടെ സൈസ് വലുതാകുന്നതായി കാണാൻ സാധിച്ചത്. പ്രഷർ കുറഞ്ഞതുകൊണ്ട്, പ്രഷർ ഡിക്രീസ് ചെയ്തുകൊണ്ടാണ് കുമിളകളുടെ സൈസ് അക്വേറിയത്തിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ വലുതായി കാണപ്പെടുന്നത്. ദി വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് എ പ്രഷർ 1 atm ഈസ് 44 ലിറ്റർ. ഇഫ് ദി പ്രഷർ ഇസ് ഇൻക്രീസ്ഡ് ടു 4 atm, വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം? ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം 1 atm മർദ്ദത്തിൽ 44 ലിറ്ററാണ്. മർദ്ദം 4 atm ആയി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? P1 തന്നിട്ടുണ്ട് 1 atm എന്ന്, P1 1 atm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ V1 കിട്ടി 44 ലിറ്റർ എന്ന്. മർദ്ദം വർദ്ധിപ്പിക്കുന്നു, അപ്പോൾ അതാണ് P2. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, അതാണ് P2. അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? V2 എത്ര എന്നാണ് കണ്ടുപിടിക്കുന്നത്. ബോയിൽ നിയമം അനുസരിച്ച് അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ വെച്ച് നമുക്ക് ഇക്വേഷൻ അറിയാം. P1 V1 = P2 V2. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1 × 44 = 4 × V2 എന്ന് കിട്ടും. ഇപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് V2 =
44/4 എന്ന് വരും ഈക്വൽ ഡിവൈഡ് ബൈ 4 എന്ന് വരും ഈക്വൽ 11 ലിറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണ് താഴത്തെ ചോദ്യം ചെയ്തു നോക്കാം. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം 1 atm മർദ്ദത്തിൽ 1200 ലിറ്റർ ആണ്. ഈ വാതകത്തിൻ്റെ വ്യാപ്തം 30 ലിറ്റർ ആക്കി മാറ്റാൻ എത്ര മർദ്ദം ഉപയോഗിക്കണം? ദി വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് 1 atm പ്രഷർ ഈസ് 1200 ലിറ്റർ. ഹൗ മച്ച് പ്രഷർ ടു ബി അപ്ലൈഡ് ടു ചേഞ്ച് ഇസ് വോളിയം ടു 30 ലിറ്റർ ആക്കാൻ എത്ര പ്രഷർ വേണം, മർദ്ദം വേണമെന്നാണ്. അപ്പോൾ ഇവിടെ P1 എത്രയാണെന്നൊക്കെ എഴുതാം. P1 ഇവിടെ 1 atm ആണ്. 1 atm. V1 ഉണ്ട്. V1 1200 ലിറ്റർ. 1200 ലിറ്റർ. P2 നമുക്ക് അറിയത്തില്ല. P2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V2 തന്നിട്ടുണ്ട്. എത്രയാണ് V2? 30 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. 30 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. 30 ലിറ്റർ. നമുക്കറിയാവുന്ന ഇക്വേഷൻ P1 V1 ഈസ് ഈക്വൽ ടു P2 V2. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. P1 എന്ന് പറയുന്നത് 1 ഇൻറ്റു 1200 ഈക്വൽ P2 നമുക്കറിയത്തില്ല, അപ്പോൾ അത് എടുത്ത് എഴുതുന്നു. P2 ഇൻറ്റു V2 തന്നിട്ടുണ്ട് 30 ലിറ്ററിന്. 30 നമുക്ക് P2 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് P2 ഈക്വൽ 1 ഇൻറ്റു 1200 എന്ന് പറയുന്നത് 1200 തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന 30യെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1200 ഡിവൈഡ് ബൈ 30 നമുക്ക് എത്ര കിട്ടും? 40 എന്ന് കിട്ടും. 40 atm എന്ന് കിട്ടും. രണ്ടാമത്തെ ലോ ആണ് ചാൾസ് ലോ, ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ. വ്യാപ്തവും വോളിയവും താപനിലയും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ് ചാൾസ് നിയമം എന്ന് പറയുന്നത്. നമുക്കൊരു പരീക്ഷണം നോക്കിയാലോ? ലെറ്റ് us do an experiment. Make a small hole in the lid of a glass bottle. ഒരു ഗ്ലാസ് കുപ്പി എടുക്കാം. ആ ഗ്ലാസ് കുപ്പിയുടെ അടുപ്പിൽ ഒരു ചെറിയൊരു സ്മോൾ ഹോള്, ചെറിയൊരു ദ്വാരം ഉണ്ടാക്കുക. അതിനുശേഷം ഫിക്സ് ആൻ എംറ്റി റീഫിൽ ഇൻറ്റു ഇറ്റ്. ഒരു എംറ്റി ആയിട്ടുള്ള ഒരു റീഫില്ലർ നമ്മൾ ആ ഹോളിൽ കൂടെ കുപ്പിയിലോട്ട് ഇറക്കുന്നു. ഓക്കെ, ഒഴിഞ്ഞ ഒരു റീഫില്ലർ. ആഡ് എ സ്മോൾ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഇൻ ടു ദി റീഫില്ലർ. അതിനുശേഷം ഒരു സ്മോൾ ഡ്രോപ്പ് ഇങ്ക് നമ്മൾ ഈ റീഫില്ലിലേക്ക് ആഡ് ചെയ്യുന്നു, ഒഴിക്കുന്നു. ദെൻ ബ്ലോ ജെൻ്റലി ടു മൂവ് ദി ഇങ്ക് ടു ദി സെൻറ്റർ ഓഫ് ദി റീഫില്ലർ. എന്നിട്ട് നമ്മൾ ഈ മഷിയെ, ഈ ഇങ്കിനെ ഈ റീഫിലിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തേക്ക്, മധ്യഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെറുതായിട്ട് ആ റീഫില്ലിൽ ഇങ്ങനെ ഊതി കൊടുക്കുന്നു. അതിനുശേഷം കവർ ദി ബോട്ടിൽ വിത്ത് യുവർ പാംസ്. കൈകൾ കൊണ്ട് നമ്മൾ ആ കുപ്പിയെ പൊതിഞ്ഞു പിടിക്കുക. എന്ത് നിരീക്ഷിക്കുന്നു? നമ്മൾ ഈ ബോട്ടിലിനെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കുമല്ലേ, അപ്പോൾ റീഫിലിനുള്ള മഷി ഉയരുന്നത് കാണാൻ സാധിക്കും. ദി ഇങ്ക് വിൽ റൈസ് അപ്പ്. ഇങ്ക്, മഷി ഉയരുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അപ് ടു വിച്ച് പോയിന്റ് ഓഫ് ദി അറേഞ്ച്മെൻറ്റ് ഡസ് എയർ ഒക്കുപ്പൈ? ഈ സംവിധാനത്തിൽ വായു എവിടെ വരെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ കുപ്പിയുടെ അടിഭാഗത്ത്, ഇറ്റ് ഈസ് ഫ്രം ദി ബോട്ടം ഓഫ് ദി ബോട്ടിൽ ടു ദാറ്റ് പാർട്ട് ഓഫ് ദി റീഫിൽ ദാറ്റ് കണ്ടെയ്ൻസ് ദി ഇങ്ക്. കുപ്പിയുടെ താഴ്ഭാഗം മുതൽ റീഫിലിൻ്റെ മഷിയുള്ള ഭാഗം വരെയാണ് വായു, എയർ ഉൾക്കൊണ്ടിരിക്കുന്നത്. വാട്ട് ചേഞ്ച് occurs to the temperature of the air inside the bottle when covered the bottle with palms? കൈകൾ പൊതിഞ്ഞു പിടിക്കുമ്പോൾ കുപ്പിയിലെ വായുവിൻ്റെ താപനിലയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? താപനില ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ്. അപ്പോൾ കൈകൾ നമ്മൾ പൊതിഞ്ഞ് ആ കുപ്പിയിലെ ഇങ്ങനെ പിടിക്കുമ്പോൾ ചൂട് കാരണം, നമ്മുടെ കൈകളിലെ ചൂട് കാരണം ബോട്ടിനുള്ളിലെ വായുവിൻ്റെ താപനില എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഉയരും, ഇൻക്രീസസ്.
Does the volume of the gas increases or decreases during this period? ഈ സമയത്ത് വാതകത്തിൻ്റെ വ്യാപ്തം കൂടുവോ കുറയുവോ? കൂടുക തന്നെ ചെയ്യും. എന്തോ ചെയ്യും? കൂടുക തന്നെ ചെയ്യും. It is now clear why the ink rise up in the refiller. റീഫിലിൽ മഷി ഉയരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അപ്പം നമ്മളൊരു ഗ്ലാസ് കുപ്പിയുടെ മൂടിയിൽ ദ്വാരം ഉണ്ടാക്കി ചെറിയൊരു റീഫിലർ, മഷിയൊന്നും ഇല്ലാത്ത റീഫിലർ വെച്ചു. അതിനുശേഷം നമ്മൾ ചെറിയൊരു ഡ്രോപ്പ് തുള്ളി മഷി അതിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഊതി ആ മഷിയെ റീഫിലിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ആ കുപ്പിയെ പൊതിഞ്ഞു പിടിക്കുന്നു. എന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെ ആ ഇങ്ക് മുകളിലേക്ക് റൈസപ്പ് ചെയ്തേക്കുന്നു, മുകളിലേക്ക് ഉയരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ എയർ, വായു ഉൾക്കൊണ്ടിരിക്കുന്ന എവിടെയൊക്കെയാണ്? ഈ ബോട്ടിലിൻ്റെ ഈ താഴെ ഭാഗത്ത് ബോട്ടത്തിലും അതുപോലെ തന്നെ ഈ റീഫിലിൻ്റെ മഷി എവിടെ വരെ ഉണ്ടായിരുന്നു ആ ഭാഗം വരെയാണ് വായു, എയർ നിറഞ്ഞിരിക്കുന്നത്, ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇനി ടെമ്പറേച്ചർ നോക്കുവാണെങ്കിൽ ബോട്ടിലിൻ്റെ ഇൻസൈഡിലുള്ള വായുവിൻ്റെ താപനിലയ്ക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിലെ ചൂട് കാരണം ബോട്ടിലിനുള്ളിലെ വായുവിന്, എയറിൻ്റെ താപനില ഇൻക്രീസ് ചെയ്യുന്നു, കൂടുക തന്നെ ചെയ്യുന്നു. ഈ സമയത്ത് വാതകത്തിൻ്റെ വ്യാപ്തവും വോളിയത്തിനും എന്ത് സംഭവിക്കുന്നു? വോളിയവും കൂടുന്നു, വ്യാപ്തവും കൂടുന്നു. അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ റീഫിൽ എങ്ങനെയാണ് മഷി ഉയരുന്നത് എന്ന്, റൈസപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇനി ഈ ബോട്ടിലിനെ തന്നെ നമ്മൾ വാട്ടറിൽ മുക്കി വെക്കുന്നു, കൂളിറ്റ് ചെയ്യുന്നു. കുപ്പി ജലത്തിൽ വെച്ച് തണുപ്പിച്ച് നോക്കുന്നു. എന്താണ് നിരീക്ഷിക്കുന്നത്? ഈ ഇങ്ക് എന്ത് ചെയ്യും? താഴോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബോട്ടിലിൻ്റെ ഉള്ളിലെ വായുവിൻ്റെ അളവ് കുറയുന്നു, വായുവിൻ്റെ ആ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ താപനില കുറയുന്നത് കാരണം റീഫിലിനുള്ളിലുള്ള മഷി എന്ത് ചെയ്യും? താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാട്ട് ഹാപ്പൻസ് ടു ദി വോളിയം ഓഫ് ദി ഗ്യാസ് വെൻ ദി ബോട്ടിൽ ഈസ് കൂൾഡ്? ഇതിനുള്ളിലുള്ള ഗ്യാസിൻ്റെ വോളിയത്തിന്, വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? വ്യാപ്തവും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുപ്പി തണുക്കുമ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് മാറ്റം ഉണ്ടാകുന്നത്? വ്യാപ്തവും കുറയുന്നു, വ്യാപ്തവും ഡിക്രീസ് ചെയ്യുന്നു. ഫ്രം ദിസ് ക്യാൻ യു ഫൈൻഡ് ഔട്ട് റിലേഷൻ ബിറ്റ്വീൻ ദി ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ആൻഡ് ദി വോളിയം? വോളിയവും താപനിലയും വ്യാപ്തവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? യെസ് അല്ലേ? നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു, താപനില കൂടുമ്പോൾ വ്യാപ്തവും കൂടുന്നു, ടെമ്പറേച്ചർ കുറയുമ്പോൾ വ്യാപ്തവും കുറയുന്നു. ടെമ്പറേച്ചർ കുറയുമ്പോൾ, താപനില കുറയുമ്പോൾ വ്യാപ്തവും കുറയുന്നതായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിലൂടെ കാണാൻ സാധിച്ചു. Here you can see that the ink in the refill acts like a freely moving piston. When temperature of the gas increases, the ink rises up in the refiller, and when temperature decreases, it comes down. ഇവിടെ റീഫിലിലെ മഷി സ്വതന്ത്രമായി ചലിക്കുന്ന പിസ്റ്റൺ പോലെ, സ്വതന്ത്രമായിട്ട് അത് ആ റീഫിലിൽ നിന്ന് ചലിക്കുന്ന പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വാതകത്തിൻ്റെ താപനില കൂടുമ്പോൾ, വാതകത്തിൻ്റെ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മഷി മുകളിലേക്ക് ഉയരുകയും താപനില കുറയുമ്പോൾ, ടെമ്പറേച്ചർ കുറയുമ്പോൾ മഷി താഴേക്ക് വീഴുകയും കാണാൻ സാധിച്ചു. Towards the end of the 18th century, it was Jacques Alexandre Caesar Charles, a French scientist who studied and recorded the changes in the volume of gas in accordance with the temperature. 18ാം നൂറ്റാണ്ടിലെ അവസാന വർഷങ്ങളിൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്വസ് അലക്സാണ്ട്രെ സീസർ ചാൾസ് ആണ് താപനിലയ്ക്കനുസരിച്ച് വാതകത്തിൻ്റെ വ്യാപ്തത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തി നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയത്. ആരാണ്? ചാൾസ്. നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണ്. വോളിയം ടെമ്പറേച്ചർ തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുന്ന ഒരു ഗ്രാഫാണ്. അവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. വ്യാപ്തവും താപനിലയുമായിട്ടുള്ള ബന്ധം കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ചിത്രീകരിക്കുന്നത്. അവിടെ മർദ്ദം സ്ഥിരമായിരിക്കും. അപ്പം നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്, നേർരേഖയാണ് കിട്ടുന്നത്. ഈ നേർരേഖയെ നമ്മൾ പിന്നിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ, പിന്നിലോട്ട് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഗ്രാഫിൽ ഈ സ്ട്രെയിറ്റ് ലൈനെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് ബാക്ക്വേഡിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെമ്പറേച്ചർ ആക്സസിൽ, ടെമ്പറേച്ചർ ആക്സസ് ആണല്ലോ എക്സ് ആക്സസ്, ടെമ്പറേച്ചർ ആക്സസ് താപനില അടയാളപ്പെടുത്തിയ
അക്ഷമാണല്ലോ ഇത്. ഇതാണ് എക്സ് അക്ഷം. ഈ എക്സ് അക്ഷത്തിൽ ഈ എക്സ് ആക്സിസിൽ -273.15 പോയി സന്ധിക്കുന്നതായിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം ഈ -273.15 ഏതൊരു ഗ്യാസിൻ്റെയും അല്ലെങ്കിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം വോളിയം എന്ന് പറയുന്നത് 0 ആയിരിക്കും, 0 ആയിരിക്കും. -273.15 വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 0 മാറുന്നു, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഈവൻ ഇഫ് ദി പ്രഷർ ഇസ് ചേഞ്ച്ഡ്, ഇവിടെ എന്തായിരുന്നു, കോൺസ്റ്റൻറ്റ് പ്രഷറായിരുന്നു, മർദ്ദം സ്ഥിരമായിരുന്നു. ഇനി നമ്മൾ പ്രഷർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈവൻ ഇഫ് ദി പ്രഷർ ഇസ് ചേഞ്ച്ഡ്, നമ്മൾ മർദ്ദം വ്യത്യാസപ്പെടുത്തി നോക്കിയാലും താപനില വ്യാപ്തം ഗ്രാഫ് എന്നാണ് ഈ ഗ്രാഫാണ് ഇത് പറയുന്നത്. ഡിഫറെൻറ്റ് പ്രഷർ നമ്മൾ കൊടുക്കുന്നു, ഡിഫറെൻറ്റ് മർദ്ദം കൊടുക്കുന്നു. അതിന് നമുക്ക് നേർരേഖ തന്നെ കിട്ടുന്നത്. നോക്കൂ, നേർരേഖകൾ തന്നെയാണ്. P1 പ്രഷർ കൊടുക്കുന്നു, P2 പ്രഷർ കൊടുക്കുന്നു, P3 പ്രഷർ കൊടുക്കുന്നു, P4. ഈ P1 P2 P3 P4 എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് അർത്ഥം. എന്നാലും വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് എന്ന് പറയുന്നത് ഏതൊരു പ്രഷറിൻ്റെ കേസിലായാലും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ നേർരേഖയാണ് കിട്ടുന്നത്. ആ നേർരേഖ നമ്മൾ ബാക്കിലോട്ട് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ, നമ്മൾ എക്സ്ട്രാപോളേറ്റ് ചെയ്തും ബാക്കിലോട്ട് വരയ്ക്കുകയാണെങ്കിലും അത് ചെന്ന് മീറ്റ് ചെയ്യുന്നതും -273.15 തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് ഈ ഗ്രാഫ് കണ്ട മനസ്സിലാകത്തില്ല. നേർരേഖയാണ്, സ്ട്രെയിറ്റ് ലൈനാണ്. അത് നമുക്ക് ബാക്കിലോട്ട് നീട്ടി വരയ്ക്കുന്നത് നമുക്ക് എവിടെ ചെന്ന് തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്, -273.15 തന്നെയാണ്. ഇത് അനലൈസിസ് ഓഫ് ദി ഗ്രാഫ് ഫിഗർ 4.1 ഈസ് ഗീവൻ ഇൻ ദി ടേബിൾ ബിലോ. ഗ്രാഫായ ചിത്രം 4.11 വിശകലനം ചെയ്ത ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ഈ ഗ്രാഫ് അനലൈസ് ചെയ്താണ് നമുക്ക് ഈ പട്ടികയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ആബ്സല്യൂട്ട് 0 കേവലം 0 ആണെങ്കിൽ കെൽവിൻ സ്കെയിലിൽ 0 കെൽവിൻ ആയിരിക്കും. സെൽഷ്യസ് സ്കെയിലിൽ അത് -273°C ആയിരിക്കും. വോളിയം ആണെങ്കിൽ 0 ആയിരിക്കും. ഇനി ജലത്തിൻ്റെ ദ്രവനില ഫ്രീസിങ് പോയിന്റ് ഓഫ് വാട്ടർ കെൽവിൻ സ്കെയിലിൽ 273 കെൽവിൻ ആയിരിക്കും. സെൽഷ്യസ് സ്കെയിലിൽ 0°C ആയിരിക്കും. വ്യാപ്തം 115 ലിറ്റർ ആയിരിക്കും. ഇനി ജലത്തിൻ്റെ തിളനില ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ കെൽവിൻ സ്കെയിലാണെങ്കിൽ 373 കെൽവിൻ ആയിരിക്കും. സെൽഷ്യസ് സ്കെയിലിൽ 100°C. നമ്മൾ പറഞ്ഞു വെള്ളമൊക്കെ തിളയ്ക്കുന്നത് 100°C. അതുപോലെ തന്നെ വെള്ളമൊക്കെ നമ്മൾ തണുപ്പിച്ച് ഐസാക്കുന്നത് 0°C. അതാണ് ഈ പറയുന്നത്. 100°C. വ്യാപ്തം എന്ന് പറയുന്നത് 150 ലിറ്ററാണ്, 150 ലിറ്ററാണ്. It was Lord Kelvin who identified that the lowest temperature that can be attained by a gas is -273.15°C. ഒരു വാതകത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന താപനില അല്ലെ, ഒരു വാതകത്തിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന താഴ്ന്ന താപനിലയാണ് -273.15°C എന്ന് പറയുന്നത്. ലോവസ്റ്റ് ടെമ്പറേച്ചറാണ് -273.15°C എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചത് ലോർഡ് കെൽവിനാണ്. ആരാണ്? ലോർഡ് കെൽവിനാണ്. ആൻഡ് നെയ്മഡ് ഇറ്റ് ആബ്സല്യൂട്ട് 0. അതിനെ ആബ്സല്യൂട്ട് 0 എന്ന്, കേവല 0 എന്ന് പേര് നൽകിയതും ആരാണ്? ലോർഡ് കെൽവിനാണ്. ആബ്സല്യൂട്ട് 0 അഥവാ കേവലം 0 എന്ന് പേര് നൽകിയതും ലോർഡ് കെൽവിനാണ്. ഫോർ പ്രാക്ടിക്കൽ യൂസ് -273°C ഈസ് ടേക്കൺ ആസ് ദി വാല്യൂ ഓഫ് ആബ്സല്യൂട്ട് 0. നമ്മൾ പ്രായോഗിക ആവശ്യങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ അതിനൊക്കെ നമ്മൾ -273°C എന്ന മൂല്യമാണ് ഉപയോഗിക്കുന്നത്. യൂസിങ് ദിസ് ഹി ഡെവലപ്ഡ് ദി കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. ഇത് ഉപയോഗിച്ചാണ് ലോർഡ് കെൽവിൻ താപനില അളക്കാനുള്ള കെൽവിൻ സ്കെയിൽ ആവിഷ്കരിച്ചത്. സ്കെയിൽ എന്താണ്? കെൽവിൻ സ്കെയിൽ ആവിഷ്കരിച്ചത്. നമുക്ക് ഈ പട്ടിക നോക്കിയാൽ തന്നെ മനസ്സിലാകും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വ്യാപ്തം കൂടുന്നതായിട്ട്. ടെമ്പറേച്ചർ താപനില കൂടുന്നതനുസരിച്ച് വോളിയം കൂടുന്നതായിരിക്കും. 0 കെൽവിനിൽ 0 ആയിരുന്നു വ്യാപ്തം എന്ന് പറയുന്നത്. 273 കെൽവിൻ ആയപ്പോഴത്തേക്ക് 115 ലിറ്ററായി വ്യാപ്തം എന്ന് പറയുന്നത്. 373 കെൽവിൻ ആയപ്പോഴത്തേക്ക് 150 ലിറ്ററായി വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം കൂടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ?
ദാറ്റ് ഈസ് അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദി വോളിയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ഇതാണ് ചാൾസ് ലോ എന്ന് പറയുന്നത്. മർദ്ദം സ്ഥിരമായി ഇരിക്കുമ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. ചാൾസ് ലോയിൽ എന്താണ്? നേരനുപാതത്തിലായിരിക്കും. നമ്മൾ ബോയ്സ് ലോയിൽ എന്തായിരുന്നു പഠിച്ചത്? വിപരീത അനുപാതത്തിലായിരിക്കും പ്രഷറും വോളിയവും, മർദ്ദവും വ്യാപ്തവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ മർദ്ദം സ്ഥിരമായിരിക്കും അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിൽ, ഓർത്തോണം, കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക്, ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിരിക്കും, നേരനുപാതത്തിലായിരിക്കും. ഇതാണ് ചാൾസ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ വി അനുപാതം ടി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, നേരനുപാതത്തിലായിരിക്കും ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അവിടെ മർദ്ദവും മാസും ഒക്കെ സ്ഥിരമായിരിക്കും, പ്രഷറും മാസും എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ വി ഈക്വൽ കെ ഇൻറ്റു ടി എന്ന് കൊടുക്കുന്നു. കെ എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യയാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നു. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് വി ബൈ ടി ഈക്വൽ കെ എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. വി ബൈ ടി ഈക്വൽ കെ ഒരു സ്ഥിരസംഖ്യ എന്ന് നമുക്ക് എഴുതാം. T1, T2 എന്നീ താപനിലകൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം യഥാക്രമം V1, V2 ആയാൽ, if the volumes of a definite mass of gas are V1 and V2 at temperature T1 and T2 respectively, then നമുക്ക് എങ്ങനെ എഴുതാം? V1 by T1 is equal to V2 by T2 എന്ന് എഴുതാം. ഇക്വേഷനാണ് നമ്മൾ എല്ലാ പ്രോബ്ലങ്ങൾക്കും ഉപയോഗിക്കുന്ന V1 by T1 is equal to V2 by T2. മറന്നുപോയത് V1 by T1 is equal to V2 by T2. വോയിസിലൂടെ എന്തായിരുന്നു? P1 V1 is equal to P2 V2 എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ചോദ്യം ചെയ്ത് നോക്കാം. ഇഫ് ദി വോളിയം ഓഫ് ഗ്യാസ് ഇസ് 150 ലിറ്റർ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്, വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്? ഇവിടെ എല്ലാം നമുക്ക് ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റണം. 0 ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ സ്കെയിലിലേക്ക് ആക്കുമ്പോഴത്തേക്ക് 273 കെൽവിൻ എന്ന് കിട്ടും. ഇനി 27 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലിലോട്ട് ആക്കണമെങ്കിൽ എന്തോ ചെയ്യണം? പ്ലസ് 273 ആഡ് ചെയ്യണം. അപ്പോൾ പ്ലസ് 273 ആഡ് ചെയ്യുമ്പോഴത്തേക്ക്, കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 300 കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? V1 ഉണ്ട്, ഇതാണ് ഇവിടുത്തെ V1 ഉണ്ട്, T1 ഉണ്ട്, T2 ഉണ്ട്. നമുക്ക് V2 ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്, T2 ഉണ്ട്. ഈ ഡിഗ്രി സെൽഷ്യസ് എല്ലാം നമ്മൾ കെൽവിനിലും ആക്കി. അപ്പോൾ V1 by T1 is equal to V2 by T2. അപ്പോൾ 150 by 300 ഈക്വൽ V2 by 273. ഇനി നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ 273 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുമായിരുന്നു, അതിന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഗുണിക്കുന്നു, ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ V2 ഈക്വൽ 150 ഇൻറ്റു 273 by 300 എന്ന് വരും. അപ്പോൾ നമ്മൾ അതിനെ ഇൻറ്റു ചെയ്ത് ഹരിക്കുമ്പോഴത്തേക്ക്, ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 136.5 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ V2 എത്ര? ഇവിടെ 136.5 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചാൾസ് ലോയുടെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചു. അത് വെച്ച് നമുക്ക് ഈ ആദ്യത്തേന് ഉത്തരം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പം നിങ്ങൾക്കത് ഞാൻ ഹോംവർക്ക് തരുവാണ് ഇത്രയും. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് സ്വയം ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ചാൾസ് ലോ ഇൻ എവരിഡേ ലൈഫ്. ചാൾസ് നിയമം നിത്യജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന സന്ദർഭങ്ങൾ. 1. ഡ്യൂറിങ് സമ്മർ വെഹിക്കിൾ ടയേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ അറ്റ് ലോവർ പ്രഷർ. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ വായു നിറയ്ക്കുന്നു. 2. ലിക്വിഡ് അമോണിയ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്വിക്ക്ലി ചേഞ്ചസ് ഫ്രം ലിക്വിഡ് ടു ഗേഷ്യസ് സ്റ്റേറ്റ്. ദി കണ്ടെയ്നേഴ്സ് ഓഫ് ലിക്വിഡ് അമോണിയ ആർ submerged in cold water for some time before opening. ദ്രാവക അവസ്ഥയിൽ നിന്ന് വേഗത്തിൽ വാതക അവസ്ഥയിലേക്ക് മാറുന്ന ഒരു രാസവസ്തുവാണ് ദ്രാവക അമോണിയ എന്ന് പറയുന്നത്. ലിക്വിഡ് അമോണിയയ്ക്ക് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് ഗേഷ്യസ് സ്റ്റേറ്റായി മാറാനുള്ള കഴിവുണ്ട്. ദ്രാവക അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വാതക അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കും. അങ്ങനത്തെ ഒരു രാസവസ്തുവാണ് ദ്രാവക അമോണിയ, ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. തുറക്കുന്നതിന് മുമ്പ് അല്പസമയം നമ്മൾ തണുത്ത ജലത്തിൽ വെച്ചതിന് ശേഷമാണ്, കോൾഡ് വാട്ടറിൽ കുറച്ച് സമയം ഈ ലിക്വിഡ് അമോണിയയുടെ കണ്ടെയ്നർ നമ്മൾ മുക്കി വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ കുപ്പികൾ തുറക്കാറുള്ളത്.
മൂന്നാമത്തെ ലോ ആണ് അവഗാഡ്രോ നിയമം, അവഗാഡോസ് ലോ എന്ന് പറയുന്നത്. ഇത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, കണികളുടെ എണ്ണവും വ്യാപ്തവും വോളിയവും തമ്മിലുള്ള റിലേഷൻ, ബന്ധം കാണിക്കുന്ന ഒരു നിയമമാണ് അവഗാഡോസ് ലോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയൂംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. സ്ഥിരമായിരിക്കുന്ന താപനിലയിലും മർദ്ദത്തിലും തുല്യ വ്യാപ്തത്തിൽ എടുത്തിരിക്കുന്ന ഏതൊരു വാതകത്തിലെയും, ഈക്വൽ വോളിയത്തിൽ എടുത്തിരിക്കുന്ന ഏതൊരു ഗ്യാസിൻ്റെയും ഉള്ളിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും, തന്മാത്രകളുടെ എണ്ണവും തുല്യമായിരിക്കും. ഓക്കെ, ഇൻ അതർ വേർഡ്സ്, അഥവാ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ് ഒക്കുപ്പൈ ഈക്വൽ വോളിയൂംസ്. നിശ്ചിത താപനിലയിലും മർദ്ദത്തിലും, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലും തുല്യ എണ്ണമുള്ള വാതക തന്മാത്രകൾ എടുത്താൽ, ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ എടുത്താൽ അവയുടെ വ്യാപ്തവും അവരുടെ വോളിയവും തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി അവഗാഡോസ് ലോ നമുക്ക് എങ്ങനെ പറയാം? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദി വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. ദിസ് ഈസ് അവഗാഡ്രോ ലോ എന്ന് പറയുന്നത്. താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കാരണം വോളിയം കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, കണികളുടെ എണ്ണവും കൂടും. അതാണ് നേരനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇതാണ് അവഗാഡ്രോ നിയമം. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ കാണിക്കാം? വി അനുപാതം എൻ എന്ന് കാണിക്കാം, അല്ലെങ്കിൽ വി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എൻ ആയിരിക്കും. വി നേരനുപാതത്തിലായിരിക്കും എന്നുമായിട്ട്. എൻ എന്ന് പറയുന്നത് കണികളുടെ എണ്ണം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ഈ ക്യാപിറ്റൽ ലെറ്റർ എന്ന് കാണിക്കുന്നത്. അവിടെ താപനിലയും മർദ്ദവും കോൺസ്റ്റൻ്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. അങ്ങനെയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് അവഗാഡോസ് ലോ ഇൻ ഡെയിലി ലൈഫ് നോക്കാം. നിത്യജീവിതത്തിൽ അവഗാഡോയുടെ നിയമം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ നോക്കാം. ഇൻഫ്ലേറ്റിംഗ് ബലൂൺസ്, ഈ ബലൂണൊക്കെ ഊതി വീർപ്പിക്കുന്നതിന് നമ്മൾ അവഗാഡോ ലോയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഫില്ലിംഗ് എയർ ഇൻ ഫുട്ബോൾസ്, ഫുട്ബോളിൽ വായു നിറയ്ക്കുന്നതും ഈ അവഗാഡോ നിയമമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ബലൂണിൽ നമ്മുടെ ശ്വാസം ഇങ്ങനെ ഊതുമ്പോൾ അതിനകത്ത് കണികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കണികളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ബലൂണിൻ്റെ വോളിയം, വ്യാപ്തം കൂടി വരുന്നു. അങ്ങനെ ബലൂൺ വീർക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് അവഗാഡോസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിക്കാനുള്ളത്. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ, സംയോജിത വാതക സമവാക്യം, കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. Let us consider Boyle's law and Charles' law which we have already discussed. നാം പരിചയപ്പെട്ട ബോയിൽ നിയമം, ചാൾസ് നിയമം എന്നിവ ശ്രദ്ധിക്കുക. ഈ രണ്ട് ലോയും കൂടെ ചേർത്താണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ, സംയോജിത വാതക സമവാക്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബോയിൽസ് ലോ എന്താണ്? വി പ്രൊപ്പോർഷണൽ ടു 1/p, വി അനുപാതം 1/p. വി എന്ന് പറയുന്നത് വോളിയം വ്യാപ്തം, പി എന്ന് പറയുന്നത് പ്രഷർ മർദ്ദം. ഇവിടെ മാസും താപനിലയും സ്ഥിരമായിരിക്കും, മാസും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ചാൾസ് ലോ എന്ന് പറയുന്നത് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി, വി നേരനുപാതത്തിലായിരിക്കും ടിയുമായിട്ട്. ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ. ഇവിടെ പ്രഷറും മാസും കോൺസ്റ്റൻ്റ് ആയിരിക്കും, മാസും മർദ്ദവും സ്ഥിരമായിരിക്കും. കൺസിഡറിങ് ബോത്ത് ലോസ് ടുഗദർ, രണ്ട് നിയമങ്ങളും നമ്മൾ ഒരുമിച്ച് പരിഗണിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇടത്തുഭാഗത്തെല്ലാം വി ആണ്. അപ്പോൾ വി പ്രൊപ്പോർഷണൽ ടു 1/p ഇൻറ്റു ടി എന്ന് എഴുതാം അല്ലേ? വി അനുപാതം 1/p ഇൻറ്റു ടി എന്ന് എഴുതാം. നമുക്ക് അനുപാതം മാറ്റാൻ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റൻറ്റും കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ വി ഈക്വൽ എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/p ഇൻറ്റു ടി. വി ഈക്വൽ ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു 1/p ഇൻറ്റു ടി എന്ന് കിട്ടും. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് പിയെ വിയുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന പി മേളിലോട്ട് പോകുന്നു, ഇൻറ്റു ആകുന്നു. അപ്പോൾ പി വി ആവുന്നു. ടെമ്പറേച്ചർ ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്, ഇൻറ്റു ചെയ്തിരിക്കുകയാണ്, അത് താഴെ പോയി ഡിവൈഡ് ആയി കിടക്കുന്നു. അപ്പോൾ പി വി ബൈ ടി ഈക്വൽ കെ, എ കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതാം, പി വി ബൈ ടി ഈക്വൽ എ കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് എഴുതാം. പി വി ബൈ
ടി ഈക്വൽ എ സ്ഥിരസംഖ്യ കെ ആണ് അവിടുത്തെ സ്ഥിരസംഖ്യ. അപ്പോൾ ഇഫ് ദി പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ആർ ചേഞ്ച്ഡ് ഫ്രം P1 V1 ആൻഡ് T1 ടു P2 V2 ആൻഡ് T2 റെസ്പെക്റ്റീവ്ലി, ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദം, പ്രഷർ, വ്യാപ്തം, വോളിയം, താപനില, ടെമ്പറേച്ചർ എന്നിവ P1 V1 T1 എന്നിവയിൽ നിന്ന് P2 V2 T2 ആയി മാറ്റിയാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? P1 V1 by T1 is equal to P2 V2 by T2. എങ്ങനെയാണ്? P1 V1 by T1 is equal to P2 V2 by T2 ആയിരിക്കും. ഇതാണ് സംയോജിത വാതക സമവാക്യം, കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. P1 V1 by T1 is equal to P2 V2 by T2, combined gas equation. The volume of a definite mass of gas at 1 atmosphere pressure and 300 Kelvin temperature is 30 liter. What will be its volume at 273 Kelvin temperature and 0.5 atm pressure? ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം 1 atm മർദ്ദത്തിലും 300 കെൽവിൻ താപനിലയിലും 30 ലിറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 273 കെൽവിൻ താപനിലയിലും 0.5 atm മർദ്ദത്തിലും ഈ വാതകത്തിൻ്റെ വ്യാപ്തം, വോളിയം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ P1 എത്രയാണ്? 1 atm. ഇതാണ് P1. 300 കെൽവിനാണ് ഇവിടുത്തെ T1 എന്ന് പറയുന്നത്. 30 ലിറ്ററാണ് ഇവിടുത്തെ V1 എന്ന് പറയുന്നത്. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മുടെ T2. 273 കെൽവിനാണ് ഇവിടുത്തെ T2 എന്ന് പറയുന്നത്. 0.5 atm നമ്മുടെ ഇവിടുത്തെ P2 എന്ന് പറയുന്നത്. അർത്ഥമല്ലേ? നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്, P1 V1 by T1 is equal to P2 V2 by T2 എന്നുള്ളത്. അപ്പോൾ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുന്നു. 1 into 30 by 300 ഈക്വൽ 0.5 into V2 by 273. 273 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി ഗുണിക്കുന്നു. അതിനുശേഷം 0.5നെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ കൂടെ ഗുണിക്കുന്നു, 300ൻ്റെ കൂടെ. അപ്പം നമുക്ക് V2 എത്ര എന്ന് കിട്ടും? 54.6 ലിറ്റർ എന്ന് കിട്ടും. എത്ര? 54.6 ലിറ്റർ എന്ന് കിട്ടും. അപ്പം അടുത്തൊരു ചോദ്യം തന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരികയാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കാണാം. അപ്പം നമ്മൾ അതോടൊപ്പം അടുത്തതായിട്ട് മോൾ സങ്കല്പനം, മോൾ കൺസെപ്റ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.